12ാമത്തെ ചോദ്യം ഫൈൻഡ് ദ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഓഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞ വേർഡിൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ആകെ എത്ര അറേഞ്ച്മെന്റ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ആകെ ലെറ്റേഴ്സിന്റെ എണ്ണം നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം n=12. അതുപോലെ തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്ന ലെറ്റേഴ്സ് പലതും ഉണ്ട്. ഇവിടെ എന്നുകൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എന്നുകളുടെ എണ്ണം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ആകെ 3 എന്നുകൾ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഡികൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഡികളുടെ എണ്ണം 2 ആണെന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈകൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഈകളുടെ എണ്ണം 4 ആണെന്ന് കാണാൻ പറ്റും. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന 3 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ എന്നുകൾ 3 എണ്ണം ഉള്ളത് കൊണ്ട് നമ്മൾ P1 = 3 എന്ന് എടുക്കുന്നു. അതുപോലെ തന്നെ ഡികൾ 2 എണ്ണം ഉണ്ട്. P2 = 2 എന്ന് എടുക്കുന്നു. അതുപോലെ തന്നെ ഈകൾ 4 എണ്ണം ഉണ്ട്. P3 = 4 എന്ന് എടുക്കുന്നു. അങ്ങനെയെങ്കിൽ ആകെ അറേഞ്ച്മെന്റ്സിന്റെ എണ്ണം കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഫോർമുല n⁴ ഡിവൈഡഡ് ബൈ P1 ഇൻറ്റു P2 ഇൻറ്റു P3 ഈക്വൽ ടു 12 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 2 ഇൻറ്റു 4 ഈക്വൽ ടു ഇവിടെ നമുക്ക് ഈ വാല്യൂ കാണുകയാണെങ്കിൽ കിട്ടുന്ന ആൻസർ 1663200. ഇതിനകത്ത് രണ്ടാമത്തെ ചോദ്യം ഇനി ഹൗ മെനി ഓഫ് ദീസ് അറേഞ്ച്മെന്റ്സ് ഡു ഓൾ വവൽസ് ഓൾവേസ് ഒക്കർ ടുഗദർ. ഇവിടെ നമ്മൾ കണ്ടു ആകെ ആൽഫബറ്റുകളുടെ എണ്ണം 12 ആണ്. n=12. അതിനകത്ത് റിപ്പീറ്റ് ചെയ്തു വരുന്ന ആൽഫബറ്റുകൾ 3 എന്നുകൾ 2 ഡികൾ 4 ഈകളാണെന്ന് നമ്മൾ കണ്ടു. അപ്പം അങ്ങനെയെങ്കിൽ ഇതിനകത്ത് വവൽസ് ആയിട്ട് നമ്മൾ കാണുന്നത് ഒരൈയും 4 ഈകളുമാണ്. ആകെ 5 ഒബ്ജക്ട്സ് ആണ് വവൽസ് ആയിട്ടുള്ളത്. ഈ വവൽസിനെ നമ്മൾ ഒരു ആൽഫബറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആകെ ആൽഫബറ്റുകളുടെ എണ്ണം 8 ആണ്. അതായത് മൊത്തം 5 വവൽസ് ഉണ്ട്. അപ്പം അങ്ങനെയെങ്കിൽ വവൽസ് അല്ലാത്ത കൺസണൻസ് ആകെ 7 എണ്ണം ഉണ്ട്. ഈ വവൽസിനെല്ലാം കൂടി നമ്മൾ ഒരു ആൽഫബറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നു. അങ്ങനെ ആകെ 8 ആൽഫബറ്റുകൾ നമ്മൾ അറേഞ്ച് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നു. ഈ 8 ആൽഫബറ്റുകളുടെ അകത്ത് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് 3 എന്നുകളുണ്ട്, 2 ഡികളുണ്ട്. അപ്പം അങ്ങനെയെങ്കിൽ ഈ 8 ആൽഫബറ്റുകളുടെ ആകെ അറേഞ്ച്മെന്റ്സിന്റെ എണ്ണം 8 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 2 ആണ്. അതായത് n⁴ ബൈ P1 ഇൻറ്റു P2 എന്നുള്ള ഫോർമുല. ഇനി വീണ്ടും ആൽഫബറ്റുകളുടെ അകത്ത് വവൽസ് അടുത്തടുത്ത് വരണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ വവൽസ് ഏത് ഓർഡറിൽ വേണമെങ്കിലും വരാം. അതായത് ആകെ 5 വവൽസ് ഉണ്ട്. അതിനകത്ത് 4 എണ്ണം ഇ ആണ്, ഒരു ഐ ആണ്. അങ്ങനെയെങ്കിൽ ഈ 5 വവൽസിനെ പരസ്പരം അറേഞ്ച് ചെയ്യാവുന്ന നമ്പർ ഓഫ് വേസ് എന്ന് പറയുന്നത് 5 ഡിവൈഡഡ് ബൈ 4 ആണ്. അതായത് വീണ്ടും നമ്മൾ അവിടെ n⁴ ബൈ P1 ഇൻറ്റു P2 എന്നുള്ള ഫോർമുല തന്നെ കൊടുക്കുമ്പോൾ. അപ്പം അങ്ങനെയെങ്കിൽ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് അനുസരിച്ച് ഈ 2 അറേഞ്ച്മെന്റ്സും കൂടി നടക്കാനുള്ള ആകെ നമ്പർ ഓഫ് വേസ് എന്ന് പറയുന്നത് 8 ബൈ 3 ഇൻറ്റു 2 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 4 ആണ്. ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത് 16800.